മലയാള താരസംഘടനയായിട്ടുള്ള അമ്മയിൽ ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുള്ള ശ്വേതാ മേനോനെതിരെ കുറേയധികം പരാതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇത് തുടങ്ങുന്നത് തന്നെ അൻസിബയും ടിനി ടോമും തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ പേരിലാണ്. ഈ ഒരു ശ്വേതാ മേനോൻ്റെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആക്ഷൻ എടുത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ ശ്വേതാ മേനോനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിബ. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇതേ കണക്ക് ശ്വേതാ മേനോനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ അമ്മ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിങ്ങിൽ കറക്റ്റായിട്ടുള്ള കുറേയധികം നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ട് ഒന്ന് ശ്വേതാ മേനോനെതിരെ കുറേയധികം പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശ്വേതാ മേനോനുണ്ടെങ്കിൽ ആ ഒരു പ്രസിഡൻറ്റ് സ്ഥാനത്ത് തന്നെ രാജിവെച്ചേക്കുവാണ്. അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് തന്നെ രാജിവെച്ചിരിക്കുകയാണ് എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് ശ്വേതാ മേനോൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു അമ്മ താരസംഘടനയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പലരുടെയും കളിപ്പാവയായിട്ട് നിന്നാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കുറേയധികം പേരുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് വേണ്ടിയിട്ട് ഈ പല സ്ഥാനങ്ങളും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്നെപ്പോലുള്ളവരൊക്കെ മാറ്റിയാൽ മാത്രമേ അവർക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവരാരൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. ഇപ്പം ഞാൻ അമ്മയിലെ ഒരു അംഗമല്ല, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട് എന്നുള്ള രീതിയിൽ ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.